ഓക്കെ, വെൽക്കം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് 1 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൽ SBI ക്ലർക്ക് 2025 ഫെബ്രുവരിയിലെ ഫസ്റ്റ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. ക്വസ്റ്റ്യൻ നോക്കാം. 8 person HMAGKOC and D are sitting around a square shaped table in such a way that four of them sit at four corners of the table while the remaining four sit in the middle of the four sides. ഓക്കെ, ബാക്കി ഡേറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്. അതായത് 8 പേരാണ് ഒരു സ്ക്വയർ ഷേപ്ഡ് ടേബിളിലാണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് രണ്ട് പോസിബിലിറ്റി വരയ്ക്കുക. രണ്ട് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ അതൊരു സ്ക്വയർ ഷേപ്ഡ് ടേബിൾ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്ഡ് ടേബിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് പോസിബിലിറ്റി, അതായത് രണ്ട് രീതികളിൽ ഇത് വരാമെന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ തുടങ്ങാം. ചിലപ്പോൾ രണ്ടല്ല, മൂന്നോ നാലോ വരാം. പക്ഷെ മാക്സിമം നമ്മൾ രണ്ടെണ്ണത്തിൽ നിർത്തുന്നതായിരിക്കും നമുക്ക് ചെയ്യാൻ എളുപ്പം. ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ വൺ ഹൂ സിറ്റ്സ് അറ്റ് ദ ഫോർ മൂലകളിൽ ഇരിക്കുന്നവര് ഫേസിങ് ദ സെന്റർ. അതായത് ഇത് ഒരു മൂല, അത് സെന്ററിലാണ്. ഇത് സെന്ററിലോട്ട് നോക്കുകയാണെന്നുള്ളത് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ കോർണറിലോട്ട് ഇരിക്കുന്നവര് സെന്ററിലാണ് നോക്കുക. സെന്റർ വെച്ചാൽ അകത്തോട്ട് നോക്കിയിരിക്കുകയാണെന്ന് വരയ്ക്കുന്നത്. വൈൽ ദോസ് ഹൂ സിറ്റ് ദ മിഡിൽ ഓഫ് ദ സൈഡ് ഫേസിങ് ഔട്ട് സൈഡ്. മിഡിൽ ഓഫ് ദ സൈഡ് എന്ന് ഇതൊരു സൈഡ്, അതിന്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ അവര് പുറത്തോട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ പുറത്തോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി കെ സിക്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എച്ച്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ പുറത്തോട്ട് നോക്കുന്നവരൊക്കെ ഇവരുടെ റൈറ്റ് സൈഡ് ഇങ്ങോട്ടും ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടും തന്നെ ആയിരിക്കും നമ്മൾ നോക്കുന്നവരൊക്കെ. പക്ഷെ അകത്തോട്ട് നോക്കുന്നവരുടെ നമ്മളെ ഒരാള് ഓപ്പോസിറ്റ് നിന്ന് നോക്കുന്നവരിരിക്കണം. എന്നുവെച്ചാൽ അയാളുടെ ലെഫ്റ്റും റൈറ്റും നമ്മുടെ ലെഫ്റ്റിനും റൈറ്റിനും ഓപ്പോസിറ്റ്. അതായത് ഇയാളുടെ റൈറ്റ് സൈഡ് ഇവിടെ വരും, ലെഫ്റ്റ് സൈഡ് ഇവിടെ വരും. ശ്രദ്ധിച്ചോണം അത്. ഇനി കെ സിക്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എച്ച്. കെ എച്ച് എവിടാന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ കെ ഇവിടെ ഈ സൈഡിൽ വരാം, അല്ലെ കോർണറിൽ വരാം. അപ്പൊ ആ രണ്ട് പോസിബിലിറ്റി ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പൊ കെ സിക്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എച്ച്. എച്ചിന്റെ ഇപ്പൊ എച്ച് ഇവിടെ ആണെങ്കിൽ കെ ഇവിടെ വരും, അല്ലെ? ഇപ്പൊ കെ നമ്മൾ പൊസിഷൻ ചെയ്തത് എവിടെയാണ്? ഒരു സൈഡിലാണ്. ഇനി നമുക്ക് കെ ഒരു മൂലയ്ക്ക് വരുമെന്ന് നോക്കിയാൽ അങ്ങനെ ഒരു പോസിബിലിറ്റി വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ എച്ചിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എച്ച് ഇവിടെയാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു എച്ചിന്റെ റൈറ്റ് സൈഡ് ആണ്. അപ്പൊ എച്ച് ഇവിടെ ആണെങ്കിലാണ് എച്ചിന്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ജി സിക്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ. ഇനി ജി സിക്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ. അപ്പൊ ഇതിന്റെ ജി സിക്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ. കെയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ്. കെയുടെ ലെഫ്റ്റ് സൈഡ് ഏതാ വരുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങോട്ടാണ്. അപ്പൊ ജി ഇവിടെ വരും. ഓക്കെ, ഇനി ഇവിടുത്തെ കെയുടെ ലെഫ്റ്റ് എവിടെയാണ്? ഇങ്ങോട്ടാണ്. അപ്പൊ ജി ഇവിടെ വരും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. കെ സിക്സ് ജി സിക്സ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് കെ. 3 persons സിറ്റ് ബിറ്റ്വീൻ എ ആൻഡ് എം. പക്ഷെ ഇവിടെ ഇപ്പൊ എയും എമ്മും എവിടാന്ന് നമുക്കറിയാം. നമുക്ക് അത് ഇപ്പൊ വരച്ചു കഴിഞ്ഞാൽ ഒരുപാട് പോസിബിലിറ്റി വരും. അപ്പൊ അത് നമുക്ക് ഇപ്പോഴത്തേക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. എം സിക്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജി. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. ഞാൻ ജി ഇവിടെ ആണെങ്കിൽ അവിടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഇവിടെ ആണ്. ഇവിടെ ജി ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഇവിടെയാണ്. ഇനി നമുക്ക് അത് നോക്കാം. എയുടെ എമ്മിന്റെ ഇടയ്ക്ക് എത്ര പേരാ? 3 പേരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർത്ത് വേണം, ഈ 8 പേരുള്ള സ്ക്വയർ ഷേപ്പില് ഇടയ്ക്ക് 3 വേണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ വേണമെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതാണ്ട് 3, അതായത് എക്ക് എമ്മിന് ഇടയ്ക്ക് 3 വരും. 1 2 3. ഇപ്പൊ നിങ്ങൾ ആയിരിക്കും ഇവിടുന്ന് എണ്ണിയാലും 3 പേരാണ്. അപ്പൊ ഇവിടുന്ന് എമ്മിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എ ഇവിടെ ആയിരിക്കും. എണ്ണി നോക്കിയാൽ 3 പേരുണ്ട്. ഇവിടുന്ന് നോക്കിയാലും 3 പേരുണ്ട്. ഓക്കെ, ഇനി എം സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജി. സോറി, അത് നമ്മൾ വരച്ചു. ഓൺലി 2 persons സിറ്റ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ഒ. എച്ചിന് ഒയ്ക്കും ഇടയ്ക്ക് 2 പേഴ്സൺ. ഇപ്പൊ നോക്കിയാൽ എച്ച് എനിക്ക് ഒ വേണം ഇവിടെ കൊടുക്കാം. ഇവിടെ 2 പേഴ്സൺ വേണ്ടി ഒ ഇവിടെയും കൊടുക്കാം. ഇവിടെ തന്നെ 2 പോസിബിലിറ്റി വരും. അപ്പൊ വീണ്ടും വരയ്ക്കുന്നത് വീണ്ടും നമ്മുടെ സമയം പോകുന്നതാണ്. അപ്പൊ അത് അങ്ങനെ നിർത്തിയിരിക്കുക. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെയും നോക്കേ 2 പേര് കഴിഞ്ഞിട്ട് ഒ ഇവിടെ വരാം, 2 കഴിഞ്ഞിട്ട് ഒ ഇവിടെയും വരാം. അപ്പൊ നമ്മൾ അത് അങ്ങനെ നിർത്തിയിട്ട് അടുത്ത് ഓയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. ഓ സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദ കോർണേഴ്സ്. ഓക്കെ, ഓ ഒരു കോർണറിലാണ്, ബട്ട് ഡസ് നോട്ട് സിറ്റ് അഡ്ജസന്റ് ടു എം. അപ്പോ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇപ്പൊ ഓൺലി ടു എച്ചിനും ഒയ്ക്കും ഇടയ്ക്ക് 2 പേര് കാരണം ഓ എനിക്ക് ഇവിടെയോ
ഇവിടെയോ കൊടുക്കാൻ പറ്റും. ഞാൻ ഓ ഇവിടെ കൊടുത്താലും കോർണർ വരുമോ ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി വരത്തേയില്ല. അപ്പൊ ഇതെന്റെ തെറ്റാണ്. അപ്പൊ ഇത് തെറ്റായി, ഇനി നമുക്ക് അതിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് മാത്രം ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓ എനിക്ക് ഇവിടെ വേണേ വരയ്ക്കാം, ഇവിടെ വേണേ വരയ്ക്കാം. രണ്ടും ഓ കോർണർ തന്നെ. പക്ഷെ ഒരു കാര്യം പറഞ്ഞത് ഡസ് നോട്ട് സിറ്റ് അഡ്ജസ്റ്റന്റ് ചെയ്യും, എമ്മിന്റെ അടുത്ത് വരത്തില്ല എന്ന്. അപ്പൊ ഓ എന്തായാലും ഇവിടെ വരത്തുള്ളൂ. ഓക്കെ. ഇനി ഡി സിക്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. ജിയുടെ തേർഡ് ടു ദ ലെഫ്റ്റ് 1 2 3 അവിടെ ആയിരിക്കും ജി. അപ്പൊ ഇത്രയും പേരായി. ഇനി ഒരാളുടെ ഉണ്ട്. അപ്പൊ നമുക്ക് പേരുകൾ ആദ്യം വന്ന് നോക്കാം. എച്ച് ഉണ്ട്, എം ഉണ്ട്, എ ഉണ്ട്, ജി ഉണ്ട്, കെ ഉണ്ട്, ഒ ഉണ്ട്. സി ആണ് ഇവിടെ ഇല്ലാത്തത് അല്ലെ, സി ആയി. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ ശരിയായിട്ടുള്ളത്. ഇതിപ്പോ തെറ്റാണ്. ഓക്കെ. ഇനി നമുക്ക് ഓരോ ആൻസേഴ്സ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമുക്ക് ഫോളോയിങ് സിക്സ് ഓപ്പോസിറ്റ് ടു ജി. നോക്കിയേ, ജിയുടെ ഓപ്പോസിറ്റ് ആരാണ്? ഒ. ആൻസർ കിട്ടി, ഒ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഒ വിത്ത് റെസ്പെക്ട് ടു എം? ഒ വിത്ത് റെസ്പെക്ട് ടു എം. എമ്മിനെ ഒയുടെ പൊസിഷൻ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടു ദ റൈറ്റ് എന്നും വേണേ പറയാം, ലെഫ്റ്റ് എന്നും പറയാം. നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. തേർഡ് ടു ദ റൈറ്റ് ഉണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കും. ബാക്കി എല്ലാം വേറെ വേറെ ഓപ്ഷൻസ് ആണ്. അപ്പൊ അതെന്തായാലും വേറെ ഒന്നും വരത്തില്ല. ഓക്കെ. ഇനി ഹൗ മെനി പേഴ്സൺസ് സിറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ജി വെൻ കൗണ്ടഡ് ഫ്രം റൈറ്റ് ഓഫ് എ? വെൻ കൗണ്ടഡ് ഫ്രം റൈറ്റ് ഓഫ് എ. എ ആൻഡ് ജി ആണ്. എയുടെ റൈറ്റ് എന്ന് പറയുമ്പോ എങ്ങോട്ടാ? ഇങ്ങോട്ടാണ്. അപ്പൊ 1 2 പേരാണ്. എക്കും ജിക്കും ഇടയ്ക്ക് 2 പേരാണ്. 2. ഇനി 4 of the following 5 are alike in a certain way and thus form a group. Find the one who does not belong to the group. അപ്പൊ ഇതില് 4 പേര് ഒരു ഗ്രൂപ്പിൽ, ഏതോ ഒരു ലോജിക്കിൽ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ പെടാത്തത് MHADK. നമുക്ക് നോക്കാം. MHADK, HAD. എന്താ ഇവര് MHAD എന്താ ഈ ഓരോ സൈഡുകളിലാണ്. കെ മാത്രമാണ് ഇത് കോർണർ. ഇപ്പൊ കെ ആയിരിക്കും നമ്മുടെ ആൻസർ. ആൻസർ കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ? അതായത് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒരെണ്ണമാണോ അതോ ഒന്നിൽ കൂടുതൽ വരുമോ? അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു. സി സിക്സ് സെക്കൻഡ് ലെഫ്റ്റ് ഓരോ ഓപ്ഷൻ ഉണ്ട്. അതിലിപ്പം നിങ്ങൾക്കിപ്പോ എ 1 മാത്രമാണെങ്കിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് only 1 ആയിരിക്കും. ഇനി 3 മാത്രമാണ് ശരിയെങ്കിൽ only 3 ആയിരിക്കും. അതല്ല 2 ശരി വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും. അത് 3 ശരിയാണ്, അതായിരിക്കും. അപ്പൊ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. ഓക്കെ, ദെൻ ബൈ.